വഖഫിന് പിന്നാലെ ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ട RSS. കത്തോലിക്ക സഭ കോടിക്കണക്കിന് ഹെക്ടർ ഭൂമി അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് RSS മുഖവാരിക ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആരോപിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിലൊന്ന് കത്തോലിക്ക സഭയാണ്. മതപരിവർത്തനത്തിന്റെ ഭാഗമായി അടക്കമാണ് ഇത്ര വലിയ ഭൂസ്വത്ത് സഭ സമ്പാദിച്ചതെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. അത്യന്തം തീവ്രമായ അപരമത വിരോധമാണ് ലേഖനത്തിൽ കാണുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. വഖഫിന് ശേഷം ചർച്ച് ബില്ല് കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. വിവാദമായതോടെ ഓർഗനൈസർ ലേഖനം പിൻവലിച്ചു. വഖഫ് ബിൽ പാർലമെന്റ് പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് RSS കത്തോലിക്ക സഭയ്ക്ക് നേരെ തിരിഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂവുടമ കത്തോലിക്ക സഭയെന്നാണ് RSS ആരോപണം. ഗവൺമെന്റ് ലാൻഡ് ഇൻഫർമേഷൻ 2021 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് വഖഫ് ബോർഡിനേക്കാൾ ഭൂമി കത്തോലിക്ക സഭയ്ക്കുണ്ടെന്ന് ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഇതിലേറെയും ബ്രിട്ടീഷ് കാലത്ത് സൗജന്യമായി സ്വന്തമാക്കിയതും ഗോത്ര വിഭാഗങ്ങളെയും പിന്നാക്ക ജനവിഭാഗങ്ങളെയും മതപരിവർത്തനം നടത്തി സംഘടിപ്പിച്ചതാണെന്നുമാണ് ഓർഗനൈസർ ആരോപിക്കുന്നത്. ബ്രിട്ടീഷ് കാലത്ത് സ്വന്തമാക്കിയ ഭൂമി ഇപ്പോൾ കത്തോലിക്ക സഭ അനധികൃതമായാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നാണ് RSSന്റെ ആരോപണം. ലേഖനം ഇങ്ങനെ തുടരുന്നു. രാജ്യത്തുടനീളം കത്തോലിക്ക സഭയ്ക്ക് ഏകദേശം 7 കോടി ഹെക്ടർ ഭൂമിയുണ്ട്. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രധാന പങ്കാളിയാണ് കത്തോലിക്ക സഭ. സഭ നടത്തുന്ന സ്കൂളുകളും ആശുപത്രികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സൗജന്യമോ കുറഞ്ഞ ചെലവിലുള്ള സേവനമോ നൽകി ആകർഷിക്കും. പിന്നീട് അവരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തും. പിന്നെ സമ്മർദ്ദം ചെലുത്തി അവരുടെ സ്വത്ത് സ്വന്തമാക്കും. 1927 ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ ചർച്ച് ആക്ട് പാസാക്കി വലിയ തോതിലുള്ള ഭൂമി ഗ്രാന്റുകൾ അനുവദിച്ചു. ഇത് കത്തോലിക്ക സഭയ്ക്ക് രാജ്യത്തുടനീളം വലിയ തോതിൽ ഭൂമി ലഭിക്കാൻ ഇടയാക്കിയെന്ന് ഓർഗനൈസർ. 1965 ബ്രിട്ടീഷ് സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി ഇനി സഭയുടെ സ്വത്തായി അംഗീകരിക്കില്ലെന്ന സർക്കുലർ സർക്കാർ പുറപ്പെടുവിച്ചു. ഈ നിർദ്ദേശം നടപ്പിലാക്കാത്തതിനാൽ സഭയുടെ ഉടമസ്ഥതയിലുള്ള ചില ഭൂമികളുടെ നിയമസാധുത പരിഹരിക്കപ്പെടാതെ തുടരുകയാണെന്നും RSS മുഖവാരിക. ഗോത്രവർഗ ഭൂമികൾ ഉൾപ്പെടെ സഭ കൈയടക്കി. ഇത് സാംസ്കാരിക ശോഷണത്തിനും പരമ്പരാഗത സ്വത്വങ്ങൾ ഇല്ലാതാക്കാനും കാരണമായെന്ന് ലേഖനത്തിൽ RSS ആരോപിക്കുന്നു. വിവാദമായതോടെ ഓർഗനൈസർ ലേഖനം പിൻവലിച്ചു. ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് RSSന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി ലക്ഷ്യം വെച്ച് പടിപടിയായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാനെന്നും മുഖ്യമന്ത്രി. വഖഫിന് ശേഷം ചർച്ച് ബില്ല് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാണ് RSS മുഖവാരിക വ്യക്തമാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും അടക്കം രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സഭാ സ്വത്തുക്കളെ ഉന്നം വെച്ചുള്ള ലേഖനം RSS മുഖവാരികയിൽ വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.